ബാലുശ്ശേരിയിലെ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. കാരണം ഇത് വീടുകളിൽ ഇപ്പം പല വീടുകളിൽ ഇത് നടക്കുന്ന സംഭവമായിട്ട് വന്നിരിക്കുന്നു. ബാലുശ്ശേരി പനായിലാണ് ഈ സംഭവം. ചാത്തറയിൽ അശോകൻ എന്ന ആളെയാണ് വെട്ടിക്കൊന്നത്. മകൻ സുധീഷാണ് പിതാവിനെ വെട്ടിക്കൊന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച പിതാവും മകനും തമ്മിൽ ചില വാക്കുതർക്കങ്ങളും വഴക്കുകളൊക്കെ വീട്ടിലുണ്ടായി. പിതാവിനോട് ചോദിക്കാതെ മകനെ സുധീഷ് വീട്ടിൽ പിതാവ് പറിച്ചു സൂക്ഷിച്ചിരുന്ന അടയ്ക്ക എടുത്തു കൊണ്ടുപോയി ടൗണിൽ കൊണ്ട് വിറ്റു. അതേ സംബന്ധിച്ച് അച്ഛനും മകനും വീട്ടിൽ കിടന്ന് വഴക്കായി. അതിൻ്റെ തുടർച്ചയാണ് മകൻ അച്ഛനെ വെട്ടിക്കൊന്നത്. അച്ഛനെ വെട്ടിക്കൊന്ന ശേഷം മകൻ നേരെ ടൗണിൽ പോയി. ഏതായാലും ബാലുശ്ശേരി പോലീസ് ഈ സംഭവശേഷം മകനെ ടൗണിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അവിടെ പോയിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. മകന് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ അല്പം ബുദ്ധിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും മകനെ വീട്ടുകാര്യങ്ങളിലെല്ലാം നോക്കും, അപ്പനെ സഹായിക്കും. രണ്ടുപേരും അപ്പനും മകനും മാത്രമേ വീട്ടിലുള്ളൂ. ആകെ വരുമാനം അടയ്ക്കാണെന്ന് തോന്നുന്നു. അതെടുത്തുകൊണ്ട് വിറ്റതിലാണ് അപ്പൻ മകനെ വഴക്ക് പറയാൻ കാരണം. അയാൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അപ്പൻ അറിയാം. പക്ഷേ അപ്പനെ വെട്ടിക്കൊന്നതിന് 11 വർഷം മുമ്പ് അതേ രീതിയിൽ വീട്ടിൽ മറ്റൊരു സംഭവം ഉണ്ടായി. അതിനകത്ത് അശോകൻ്റെ ഭാര്യ ശോഭന, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അമ്മ, ആ അമ്മയെ മറ്റൊരു മകൻ വെട്ടിക്കൊന്നു. അത് 11 വർഷം മുമ്പാണ്. ഇയാളുടെ സഹോദരനാണ് അമ്മയെ വെട്ടിക്കൊന്നത്. അതും ചില മാനസിക പ്രശ്നമുള്ള കുട്ടിയാണ്. 2 കുട്ടികൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അപ്പനെ വെട്ടിക്കൊന്നു. 11 വർഷം മുമ്പ് അമ്മയെ വെട്ടിക്കൊന്നു. അത് ഇളയ മകനാണ്. അതിനുശേഷം അവന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ വീട്ടിൽ ഇപ്പം 2 കൊലപാതകം ഉണ്ടായി. ഒന്ന് 11 വർഷം മുമ്പ് അമ്മയെ കൊന്നൊരു മകൻ, അവനങ്ങ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പിതാവും പുത്രനും മാത്രമായി. പുത്രന് ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പിതാവിനറിയാം. ഇപ്പം ആ പുത്രനാണ് ആ പിതാവിനെ വെട്ടിക്കൊന്നത്. ഏകദേശം ആ കുടുംബം അന്യം നിന്ന പോലെയായി. കാരണം അമ്മയും അപ്പനെയും മക്കൾ വെട്ടിക്കൊല്ലുകയാണ്. ഇളയ മകൻ കൊന്നു, അമ്മയെ, മൂത്ത മകനിപ്പം പിതാവിനെയും കൊന്നു. ഏതായാലും ആ കുടുംബത്തിൽ ഇനി ഈ മാനസിക സംഘർഷമുള്ള അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുള്ള ഈ പയ്യൻ മാത്രമായിട്ട് അവശേഷിച്ചു. അയാൾ ഇനി ശിഷ്ടകാലം ജയിലിലും കഴിയേണ്ടി വരും. മറ്റൊരു അമ്മയെ കൊന്നിട്ട് ആ മകൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് മറ്റ് നിയമ നടപടികളൊന്നും ഉണ്ടായില്ല. ഇവിടെ ആദ്യമായിട്ട് ഈ പയ്യന് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറക്കാൻ ആരും ഉണ്ടാവില്ല. ഇതുപോലുള്ള കുട്ടികൾ ഇനി എന്താണ് ചെയ്യുന്നത് നമുക്കറിയാൻ കഴിയില്ല. അഫാൻ്റെ കേസൊക്കെ നമുക്ക് അറിയാം. അടുത്ത ദിവസത്തെ 5 പേരെയാണ് അഫാൻ വെട്ടിക്കൊന്നത്. അതുപോലെ പല വീടുകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണാം. മാതാവിനെയും പിതാവിനെയും ഒക്കെ മക്കൾ വെട്ടിക്കൊല്ലുന്ന ധാരാളം ചരിത്രങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കോഴിക്കോട് തന്നെ ഒരമ്മ മകൻ ഉപദ്രവിക്കും, കൊല്ലും എന്ന് കണക്കാക്കി ഇപ്പം അവൻ ഡ്രഗ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിനാണെന്ന് അമ്മ പോലീസ് വിളിച്ചു പറഞ്ഞ ആ മകനെ അറസ്റ്റ് ചെയ്തു. പോലീസ് കേസെടുത്തു. പക്ഷേ അവൻ ഇനി ജയിലിൽ നിന്ന് വന്നാൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ സ്ഥിരം ഡ്രഗ്സ് അടിക്കുന്നവനാണ്. അമ്മയ്ക്കത് അറിയാം. അമ്മയെ കൊല്ലുമെന്ന് പല പ്രാവശ്യവും പറഞ്ഞു. കൊല്ലാനുള്ള എല്ലാ സാഹചര്യങ്ങളും വന്നപ്പം അമ്മ എന്തായാലും പോലീസിൽ പറഞ്ഞ് അവരുടെ ജീവൻ തൽക്കാലം രക്ഷപ്പെട്ടു. നമുക്കറിയാവില്ല ചെന്താമരയുടെ കേസും ഒക്കെ നമുക്കറിയാം. ചെന്താമരയുടെ കേസിനകത്ത് അമ്മയെ നേരത്തെ വെട്ടിക്കൊന്നു 2 വർഷം മുമ്പ്. അതിനുശേഷം ആ സ്ത്രീയുടെ ഭർത്താവിനെ വെട്ടിക്കൊന്നു. ഭർത്താവിൻ്റെ വല്യമ്മ, അല്ല ഭർത്താവിൻ്റെ അമ്മ, അല്ല പെൺകുട്ടികളുടെ വല്യമ്മയെ വെട്ടിക്കൊന്ന ചരിത്രം നമുക്കറിയാം. കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പല ആൾക്കാർക്കും, പ്രായമായവർക്കും അല്ലാത്തവർക്കും മാനസികമായ സംഘർഷത്തിലേക്ക് വന്നു മാനസികമായ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ കൊലപാതകത്തിലേക്ക് സഞ്ചരിക്കുന്നതും പോകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാനസിക ആരോഗ്യം മലയാളികൾക്ക് തീർത്തില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തായാലും എല്ലാവരും ക്ഷമയോടുകൂടി എല്ലാം പരിഹരിക്കാനും ഇതുപോലുള്ള സംഘർഷം മനസ്സിലോട്ട് കയറി വരുമ്പം അവരാരെയെങ്കിലും പോയി കണ്ട് അതിനൊരു പരിഹാരം, ഒരു ഡോക്ടറെ തന്നെ കണ്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു സീനിയർ ആൾക്കാരുടെ ഉപദേശം തേടുന്നതിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള മുതിർന്ന ആൾക്കാർ പലരും ഉണ്ടാവും. അവിടെ പോയി ഒന്ന് രഹസ്യമായിട്ട് സംസാരിക്കുന്നതും നല്ലതാണ്. കാരണം ആ സംഘർഷത്തിൽ നിന്ന് നമ്മളെല്ലാവരും മോചനം പ്രാപിക്കണം.